ഹലോ, വെയിറ്റ് ലോസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുക്കുംബർ, ക്യാരറ്റ്, പംകിൻ ഇത്രയും സാധനങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 നാലിലൊന്ന് ഉള്ളിയാണ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് വലിയതായതുകൊണ്ടാണ് നല്ലത് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് പകുതി എടുക്കാം. അത് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ സൈസ് റെഡിയാക്കാം. എനിക്ക് സവോള അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് ഇട്ടേക്കുന്നത്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി വേണ്ടത് ഞാൻ ഇട്ടിരിക്കുന്നത് ഹാലപ്പീനോയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം, കാന്താരി എന്തെങ്കിലും ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 2-3 സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് അതുപോലെ ബേസായിട്ട് ബൗളിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂക്കമ്പറും ക്യാരറ്റും പംകിനും ഒനിയനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് ഒനിയൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ കടല, വൈറ്റ് കടല വേവിച്ച് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാനായിട്ട്. അത് ഇതുപോലെ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാലൻസ് ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സിങ്, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാലും മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഞാനിവിടെ ബ്രെഡിൻ്റെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. 2 സ്ലൈസ് ബ്രെഡും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഈ സാലഡുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.